വെൽക്കം ടു അമേസിങ് കേരള കിച്ചൺ. നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് വട. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രീൻ പീസ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, എണ്ണ. ഗ്രീൻ പീസ് ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ കുതിർത്ത് വെക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഇതൊക്കെ പൊടിയായി അരിഞ്ഞു വെക്കുക. ഒരു മിക്സിയുടെ ജാറിൽ ഗ്രീൻ പീസ് ഇടുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടെ ഇടുവാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടിച്ചത്, 1 ടീസ്പൂണോളം ഉപ്പ്, ഇതും കൂടെ ഇട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് നമ്മളത് അരച്ചെടുക്കുക. ഇത് നന്നായി അരയൊന്നും വേണ്ട, കുറച്ച് തരി തരിയായിട്ട് വേണം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച കറിവേപ്പിലയും ഒരു 4 ടേബിൾ സ്പൂണോളം അരിഞ്ഞു വെച്ച സവാളയും ആഡ് ചെയ്യുക. കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ അതിനെ ബോളുകളാക്കി ഒന്ന് പരത്തിയെടുത്ത് മാറ്റി വെക്കുക. ഇതുപോലെ ഇത്ര വലുപ്പത്തിലും മതിയാവും, അധികം കട്ടി വേണ്ട. അത് പരത്തി മാറ്റി വെച്ചതാണിത്. ഇനി നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ തിളപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ പരത്തി വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ഇടുവാണ്. നന്നായി നമുക്കിതിലിട്ട് കൊടുക്കാം. അതൊരു സൈഡ് വെന്ത് വരുമ്പോൾ തനിയെ അത് എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ഇപ്പോൾ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ തിരിച്ചിടുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ നന്നായിട്ട് മൊരിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് മൊരിയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഞാനിതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ അധികം മൊരിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെയാകുമ്പോഴും അത് ഉള്ളു വന്നോളും. പക്ഷേങ്കിൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ട് മൊരിയുന്നതായിരിക്കും. ഇതിപ്പോൾ മാറ്റി വെക്കുവാണ്. ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ മുരിച്ചെടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയായ ഒരു വടയാണ്. നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. Thank you for watching.